ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ക്രിപ്റ്റോമേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റ് കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള എയർ ഡ്രോപ്പ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് എയർ ഡ്രോപ്പിൻ്റെ സമയത്ത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഗ്യാസ് ഫീ പേ ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ടോൺ കോയിൻ ആവശ്യമുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് നിങ്ങളുടെ ടെലഗ്രാം വാലറ്റിലേക്ക് അത് കൊണ്ടുപോകാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തത് ബൈബിറ്റ് വാലറ്റാണ്. നിങ്ങളുടെ വാലറ്റ് ഏതായാലും പ്രൊസീജിയറൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഞാനിതിലേക്ക് ജസ്റ്റ് ഒരു $21 ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഒന്നിലധികം ഇഷ്ടം പോലെ എയർ ഡ്രോപ്സ് റിസീവ് ചെയ്യേണ്ട ആവശ്യമുള്ളതാണ് ഞാൻ $20 ആഡ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ബാലൻസ്, ടോട്ടൽ ബാലൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഇത് നമ്മൾ ഒരു അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫണ്ടിങ്ങിലായിരിക്കും. ഫണ്ടിങ് എന്ന് കാണാൻ പറ്റും, മൈ അക്കൗണ്ട്സ് എന്ന് കാണിച്ചിട്ട് അതിൻ്റെ താഴെ ഫണ്ടിങ് എന്നാണ് കാണുന്നുണ്ടോ. ഓക്കെ, മൈ അക്കൗണ്ട്സ് ഫണ്ടിങ്സ്. അപ്പോൾ ഫണ്ടിങ്ങിലാണ് ഈ ഒരു $21 കിടക്കുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം എന്ത് ചെയ്യണം, ഇത് നമുക്ക് മാറ്റണം, അക്കൗണ്ടിലേക്ക് മാറ്റണം. ഓക്കെ, അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടോൺ കോയിൻ വാങ്ങാൻ പോവാണ്. അപ്പോൾ ടോൺ കോയിൻ വാങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോകും. ഓക്കെ, ഇവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും. ആ മാർക്കറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയിട്ട് സ്പോട്ട് എന്നുള്ള ഇതിലാണ് പോകേണ്ടത്. അപ്പുറത്തെ ഡെറിവേറ്റീവ്സ്, ഡാറ്റ, അങ്ങനെയൊക്കെ പലതും ഉണ്ടാവും കേട്ടോ. ഓക്കെ, സ്പോട്ട് എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയി സ്പോട്ട് എടുത്തിട്ട് ഇവിടെ സെർച്ചിൽ ടോൺ അടിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അടിയിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ടോൺ പെർ USDT എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള USDT ആണ്. അപ്പോൾ ടോൺ പെർ USDT തന്നെ സെലക്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടോൺ പെർ USDT സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള നോക്കാം, ഇവിടെ ബാലൻസ് ഇവിടെ കാണിക്കും. ഇവിടെയാണ് നമ്മൾ ബാലൻസ് കാണിക്കുക. പക്ഷേ ഇത് 0 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ ആണ് പറയുന്നത്. ഇതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് അവിടെ 0 എന്ന് വെച്ചാൽ നമ്മുടെ അസറ്റ് ഇപ്പോൾ ഫുള്ള് കിടക്കുന്നത് ഫണ്ടിങ് അക്കൗണ്ടിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണം, ഈ ഫണ്ടിങ്ങിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. ഓക്കെ, ട്രാൻസ്ഫർ എന്ന ഓപ്ഷനിൽ കാണാൻ പറ്റും ഫ്രം ഫണ്ടിങ് അക്കൗണ്ട് ടു യൂണിഫൈഡ് ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, വേറെ ഇതിലാണെങ്കിൽ അവിടെ സ്പോട്ട് അക്കൗണ്ട് എന്നൊക്കെ ആയിരിക്കും പല ഇതിൽ, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ചേഞ്ച് ആക്കാൻ പോകുന്നത് കോയിൻ USDT ആണ്. ഓക്കെ, ഇനി എമൗണ്ട് അടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 21 പോയിൻറ്റ് ഇതാണുള്ളത്. അപ്പോൾ ഞാൻ മാക്സിമം കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ കൺഫേം കൊടുക്കാൻ പോകുന്നു. ഓക്കെ, ഇവിടെ അടിയിൽ കൺഫേം ഉണ്ടാവും. അപ്പോൾ കൺഫേം എന്താണെന്ന് വെച്ചാൽ കൺഫേം കൊടുക്കാം. ഓക്കെ, അപ്പോൾ കൺഫേം ആയി. അപ്പോൾ ട്രാൻസ്ഫർ സക്സസ്ഫുള്ളി എന്ന് വന്നു. ഇപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക്, അതായത് ഫണ്ടിങ്ങിൽ നിന്ന് യൂണിഫൈഡ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ സംഭവത്തേക്ക് മാറി നമ്മുടെ ഫണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ നേരത്തെ പോലെ മാർക്കറ്റിൽ പോവാം, സ്പോട്ട് എന്നുള്ള സെക്ഷനിൽ ടോൺ USDT എടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നോക്കുക. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും $21 അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഈ എമൗണ്ട് മൊത്തം കൊടുത്തിട്ട് എന്താണ് ടോൺ വാങ്ങാനാണ് പോകുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലിമിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ലിമിറ്റ് എന്നുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ മുകളിൽ എത്ര പ്രൈസാണ് നിങ്ങൾ അടിക്കുന്നത്, ഇവിടെ എത്ര പ്രൈസാണോ, ഇവിടെ എത്ര പ്രൈസാണ് നിങ്ങൾ കൊടുക്കുന്നത്, ആ പ്രൈസിൽ ആ കോയിൻ എത്തുമ്പോഴാണ് നിങ്ങളുടെ ഓർഡർ സക്സസ്ഫുള്ളി ഫിനിഷ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലിമിറ്റ് എന്നുള്ളത് എന്ത് ചെയ്യാം, മാർക്കറ്റിലേക്ക് മാറ്റാം. ഓക്കെ, എന്നിട്ട് നമ്മൾ 100% ഇടുക. നിങ്ങളുടെ എത്രയാണോ നിങ്ങൾ USDT ഉദ്ദേശിക്കുന്നത് അത് ഇടുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മാർക്കറ്റിലേക്ക് മാറ്റുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇപ്പോൾ എത്രയാണ് പ്രൈസ്, 7.3048 ആണ് ഇപ്പോഴത്തെ പ്രൈസ്. ആ മാർക്കറ്റിൽ വെച്ചിട്ട് നമ്മൾ ബൈ ടോൺ കൊടുത്താൽ എത്ര USDTക്കാണ് നിങ്ങൾ ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്, അത് അപ്പോൾ തന്നെ എന്ത് ചെയ്യും, സക്സസ്ഫുള്ളി ഫിനിഷ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കറ്റിലാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് വേഗം ടൈമില്ല, അതുകൊണ്ട് നമ്മൾ വേഗം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ബൈ ടോൺ കൊടുക്കാമാണ്. അപ്പോൾ ബൈ ടോൺ കൊടുത്തു. അപ്പോൾ മുകളിൽ കാണാൻ പറ്റും ഓർഡർ ഫിൽഡ് പാർഷ്യലി എന്നാണ് പറഞ്ഞത്. അത് എല്ലാം അങ്ങോട്ട് സെല്ലായി പോയില്ല, പക്ഷേ നമുക്ക് ഓട്ടോമാറ്റിക് ഇപ്പോൾ സെല്ലായി ഉണ്ടാവും. നമ്മൾ അസറ്റിലേക്ക് പോകണം. അസറ്റിൽ പോകുമ്പോൾ ഇപ്പോഴും കാണാൻ പറ്റും, അതായത് യൂണിഫൈഡ് ട്രേഡിങ്ങിൽ ഇപ്പോഴും $21.40 കിടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇതിപ്പോൾ USDT ആയിരിക്കില്ല, ഇപ്പോൾ അത് ടോണിലേക്ക് മാറിയിട്ടുണ്ടാവും. അതറിയണമെങ്കിൽ യൂണിഫൈഡ് ട്രേഡിംഗ് ഒന്ന് ഞെക്കാം. അപ്പോൾ ഞെക്കുമ്പോൾ കാണാൻ പറ്റും, അതായത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ടോൺ കണ്ടോ, നേരത്തെ കണ്ട $21 എന്തൊക്കെ മാറി, ഇപ്പോഴും ഉണ്ട് അവിടെ $21, പക്ഷേ അത് ടോണായി മാറി. 2.92 ടോണാണ് അത് ആയത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ടോണിനെ ടെലഗ്രാം വാലറ്റിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ടെലഗ്രാം വാലറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ അസറ്റ് ഏത് അസറ്റാണ് നമുക്ക് വേറൊരു അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകേണ്ടത്, ആ അസറ്റിനെ ഫണ്ടിങ്ങിലേക്ക് ആക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ഇതുപോലെ USDT ഫണ്ടിങ്ങിന് എങ്ങടാക്കി, യൂണിഫൈഡ് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ആക്കിയിട്ടുണ്ടായി. ഇനി നമ്മൾ നേരെ തിരിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷനിൽ പോകാം. എന്നിട്ട് നോക്കാം, ഇവിടെ ഫണ്ടിങ് അക്കൗണ്ട് യൂണിഫൈഡ് എന്നാണ്, അതൊന്ന് തിരിച്ചിടാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്, എങ്ങനെ എടുത്തിടാം. അപ്പോൾ യൂണിഫൈഡ് നിന്ന് ഫണ്ടിങ്ങിലേക്ക് പോകാനാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ആക്കി സെറ്റ് ചെയ്തിട്ട് ഇവിടെ കോയിൻ്റെ അവിടെ ഇപ്പോൾ BTC ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ടോണാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഞെക്കാം. അപ്പോൾ നമ്മുടെ ഉള്ള ബാലൻസ് ഉള്ള കോയിൻ അവിടെ മുകളിൽ ഒന്നുണ്ടാവും. അപ്പോൾ ടോൺ ആക്കാം, എന്നിട്ട് മാക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ടോണും യൂണിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. കൺഫേം ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഫണ്ടിങ് $21.35 ഉണ്ട് അവിടെ. അത് മുകളിൽ നോക്കിയാൽ ആ ഒരു അസറ്റ് കാണാൻ പറ്റും, അത് ഫണ്ടിങ്ങിലാണ് വന്നെടുക്കുന്നത്. ഓക്കെ, ഇനി ഫണ്ടിങ്ങിലേക്ക് ആയി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ എക്സ്ചേഞ്ചിലേക്ക് USDT വാങ്ങി ആ USDT ഫണ്ടിങ്ങിൽ നിന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൽ കൊണ്ടുപോയി ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്ത് ചെയ്തു, മാർക്കറ്റിൽ സ്പോട്ടിൽ പോയിട്ട് ടോൺ വാങ്ങി. ഇനി ടോണിന് നമ്മൾ തിരിച്ച് എങ്ങോട്ട് ഇട്ടു, തിരിച്ച് വീണ്ടും നമ്മൾ ഫണ്ടിങ് അക്കൗണ്ടിൽ കിട്ടും. ഇനി നമ്മൾ വിഡ്രോ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ വിഡ്രോ ചെയ്യണം. വിഡ്രോ കൊടുത്തു. അപ്പോൾ ടോണിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോണാണ് ഇതിലുള്ളത്. അപ്പോൾ ടോൺ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ടോൺ
അഡ്രസ്സ് കൊടുക്കണം. ഇവിടെ നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് അയക്കേണ്ടത് ആ അക്കൗണ്ടിന് അഡ്രസ്സ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് ചോദിച്ചു, നെറ്റ്വർക്ക് അത് ഓട്ടോമാറ്റിക്കലി ടോൺ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, ടോൺ നെറ്റ്വർക്കിലൂടെയാണ് പോവുക. ഓക്കെ, പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടാഗ് ഓർ മെമ്മോ എന്ന് കൊടുത്തിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ്, അത് നമുക്ക് ചെയ്യണമെന്നില്ല. പിന്നെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, അതിലെ എമൗണ്ടിൽ ഞാൻ ഈ 2.92 എന്താണ് ട്രാൻസ്ഫർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ഇനി അഡ്രസ്സാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അഡ്രസ്സ് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടെലഗ്രാമിലേക്ക് പോയിട്ട് നമ്മുടെ വാലറ്റ് എടുക്കണം. ഓക്കെ, ഇനി ടെലഗ്രാമിൽ വാലറ്റ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് എടുക്കേണ്ടാവുക. ടോൺ സ്പേസ് എടുക്കണം. ടോൺ സ്പേസ് എടുത്തിട്ട് നമ്മൾ ടോൺ കോയിൻ ആണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നമ്മൾ ടോൺ കോയിൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ടോൺ കോയിൻ സെലക്ട് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ അക്കൗണ്ടിലേക്ക് ടെലഗ്രാം വാലിക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകണം, മറ്റേ ബൈബിറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ബൈബിറ്റ് എന്നല്ല ഏത് അക്കൗണ്ട് ആണെങ്കിലും. ഓക്കെ, അപ്പോൾ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ഞെക്കാം. അപ്പോൾ ഇവിടെ അഡ്രസ്സ് കാണും. ഓക്കെ, ഇതാണ് നമ്മുടെ ടോൺ, നമ്മുടെ ടെലഗ്രാം അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഏത് ടോൺ വാലറ്റ് അല്ലെങ്കിൽ ടോണിൻ്റെ ഏത് വാലറ്റിക്കാണെങ്കിലും എടുക്കണമെങ്കിൽ ഇതാണ് അപ്പോൾ അഡ്രസ്സ് വരുന്നത്. ഓക്കെ, ഇത് അപ്പോൾ ഇത് കോപ്പി അഡ്രസ്സാണ് കൊടുക്കുന്നത് നിങ്ങൾ. അപ്പോൾ ഇത് ഞാൻ കോപ്പി അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ അഡ്രസ്സ് കോപ്പി എടുത്ത് കാണിച്ചു. അപ്പോൾ ഇങ്ങനെ എപ്പോഴും കോപ്പി അഡ്രസ്സ് കൊടുക്കുക, കോപ്പി അഡ്രസ്സിൻ്റെ ഓപ്ഷൻ കോപ്പി അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് വന്നു, എന്നിട്ട് ബൈബിളിൽ എന്ത് ചെയ്തു, അത് അങ്ങനെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോളൂ, തെറ്റില്ല, നമ്മൾ കോപ്പി ചെയ്തുകൊണ്ട്. എന്നാലും സ്റ്റാർട്ടിങ്ങും UQ തുടങ്ങുന്നു, 5N അവസാനിക്കുന്നു. ഓക്കെ, അപ്പോൾ കോപ്പി ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് ഒന്നും വരുത്താണ്ടിരിക്കുക. ഓക്കെ, എമൗണ്ടിൻ്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കാം, മാക്സ് എന്ന് കൊടുക്കാം. ഞാൻ മാക്സിമം ആണ് കൊടുക്കുന്നത്, അപ്പോൾ മാക്സിമം കൊടുത്തു. ഇനി ഞാൻ വിഡ്രോ എന്ന് കൊടുത്താൽ ഇവിടെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര എമൗണ്ട് ആണ് വരുന്നതെന്ന് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതായത് ഇവിടെ ഞാൻ വിഡ്രോ ചെയ്യുന്നത് 2.92 ആണ് ഞാൻ വിഡ്രോ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ആ അക്കൗണ്ടിലേക്ക് റിസീവ് ആവുക 2.82 ആണ്. കാരണം ഇവിടെ ഫീ ഉണ്ട്, ഫീ വരുന്നത് 0.1 ആണ്. ഓക്കെ, അപ്പോൾ ഞാനത് കൊടുക്കാൻ പോകുന്നു. ഇപ്പോൾ ഇവിടെ ഇടയിലുള്ള ടാഗ് ഓർ മെമ്മോ എന്നുള്ളത് വലിയ കാര്യമാക്കണ്ട, അത് ഓപ്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ വിഡ്രോ ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കുക, കോയിൻ ടോൺ ആണെന്ന് ഉറപ്പ് വരുത്തുക, നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ അഡ്രസ്സ് ആണെന്ന് കൺഫേം ആക്കുക, മിസ്റ്റേക്ക് ഒന്നും വരുത്തരുത്, നെറ്റ്വർക്ക് ടോൺ ആണെന്നും ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി വരും ടോൺ എടുക്കുമ്പോൾ. ഓക്കെ, എമൗണ്ട് മാക്സിമം കൊടുത്തിട്ടുണ്ട്, മീൻസ് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്ര അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇവിടെ ഫീ 0.1 ഫീ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക 0.5 ടോൺ ആണ് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടുക 0.4 ആയിരിക്കും. അപ്പോൾ ഞാൻ വിഡ്രോ കൊടുക്കാൻ പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ചോദിക്കുന്നുണ്ട് നോ വെരിഫിക്കേഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, മീൻസ് വെരിഫിക്കേഷൻ വേണോ വേണ്ടെന്നൊക്കെ ചോദിക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ കൺഫേം കൊടുക്കണം. അപ്പോൾ കൺഫേം കൊടുക്കുമ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്ത മെയിൽ IDക്കും പിന്നെ ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിലേക്കും അതിലെന്തൊരു കോഡ് വരും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ആ കോഡ് അടിച്ചു കൊടുത്തിട്ടാണ് ഇനി ബാക്കി പോർഷൻസ് കാണിക്കാം. അപ്പോൾ കാണാൻ പറ്റും, അതായത് നമ്മൾ ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിൻ്റെ കോഡ് അടിച്ചു, പിന്നെ ജിമെയിലിൽ വന്ന് കോഡ് അടിച്ചു. അപ്പോൾ വിഡ്രോവൽ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ഇൻ പ്രോസസ്സ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പോയില്ല എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ട്രാൻസ്ഫർ ഹിസ്റ്ററിയിൽ വേണമെങ്കിൽ നോക്കാൻ പറ്റും. അതായത് എന്താണ് പോയിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാൻ പറ്റും. പക്ഷേ ട്രാൻസ്ഫറിൻ്റെ എല്ലാമായിട്ട് മുകളിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് പലതിലും പലതായിട്ട് കാണും, നിങ്ങൾ മറ്റേ അക്കൗണ്ട് പോയി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സെക്ഷനിൽ ട്രാൻസ്ഫറിൽ കണ്ടോ, ട്രാൻസ്ഫറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോൺ 2.92 സക്സീഡഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിന് പോയിൻ്റ് സംഭവം ഇനി അതിലെത്തിയിട്ടുണ്ടെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നോക്കാം, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ മറ്റിലേക്ക് പോവാം. അപ്പോൾ ഇവിടെയാണ് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ടോൺ വാലറ്റിക്ക് പോവുക, ഓപ്പൺ ആക്കാം. എമൗണ്ട് കയറിയിട്ടുണ്ടോന്നാണ് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിട്ടില്ല, അപ്പോൾ ടോൺ സ്പേസ് എടുക്കാം. ഓക്കെ, ടോൺ സ്പേസ് എടുത്തിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, റിഫ്രഷ് ചെയ്ത് കൊടുത്തപ്പോൾ കണ്ട ഓട്ടോമാറ്റിക് വന്നു 2.82 ആണ് കൊടുത്ത് 2.82 ഇതിലേക്ക് വന്നു. അപ്പോൾ ഇത്രയാണ് സംഭവം. നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യുക, ഇതിലാണ് കൂടി ചെയ്യേണ്ടത്, കൺഫ്യൂസ്ഡ് ആക്കരുത് ഒരിക്കലും. ഓക്കെ, അപ്പോൾ സ്റ്റെപ്സ് ഒന്ന് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ നെറ്റ്വർക്ക് സംഭവങ്ങളൊക്കെ ചേഞ്ച് ആയി പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്യുക, ഫണ്ട് നഷ്ടപ്പെടും, അത് മനസ്സിലാക്കുക. ഓക്കെ, നമ്മുടെ ടോൺ വാലറ്റിക്ക് അയക്കുമ്പോൾ എപ്പോഴും അഡ്രസ്സ് കറക്റ്റ് ആയിരിക്കണം, അതാണ് ഫസ്റ്റ് സംഭവം. സെക്കൻഡ് മാറ്റർ, നമ്മളവിടെ നെറ്റ്വർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ, കാണിച്ചു തരാം ഞങ്ങൾക്ക്. അതായത് നമുക്ക് കാണിച്ചു തരാം. അതിപ്പോൾ വിഡ്രോവൽ കൊടുക്കുകയാണെങ്കിൽ വിഡ്രോവൽ ഒരു ഏതെങ്കിലും ഒരു കോയിൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ചുമ്മാ ഒരു കോയിൻ കൊടുക്കണം. അപ്പോൾ കണ്ട നെറ്റ്വർക്ക് കണ്ട, ഇവിടെ നെറ്റ്വർക്കിൽ ഇഷ്ടം പോലെ നെറ്റ്വർക്ക് കാണിക്കും നോർമലി. ഓക്കെ, നമ്മുടെ ഈ കോയിൻ ഇല്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ടോൺ തന്നെയാണെന്ന് ഉറപ്പാക്കുക. വേറെ ഏതെങ്കിലും നെറ്റ്വർക്ക് വെച്ച് കൊടുത്താൽ ഫണ്ട് പോകും കേട്ടോ, വേറെ എവിടേക്കെങ്കിലൊക്കെ പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഫണ്ടായി $20, അപ്പോൾ ടോൺ കോയിൻ. ഓക്കെ, അപ്പോൾ ഇതിൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ നമുക്ക് ടോൺ കോയിൻ USDT ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ സ്വാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനില്ലേ അതിൽ ചൂസ് ടോൺ ടു സ്വാപ്പ്. അപ്പോൾ ഇത് കാണാൻ പറ്റും യൂസ് സ്വാപ്പ്. ഇവിടെ നമുക്ക് എന്ത് കാണിക്കാൻ പറ്റും, ഇത്ര ടോൺ സ്വാപ്പ് ചെയ്തിട്ട് വേറെ ടോക്കണിക്ക് മാറ്റാൻ പറ്റും. റിസീവ് എന്ന് കൊടുത്ത് എന്ത് ചെയ്യുക, ചൂസ് ടോക്കൺ കൊടുക്കാം. ഞാൻ USDTക്കാണ് മാറ്റം ഉദ്ദേശിക്കുന്നത് വയ്ക്കാം. അപ്പോൾ മാറ്റമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് കേട്ടോ ടെതർ USD എന്നായിരിക്കും പേര്, USD. ഇതാണ് ഡോളർ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നത് ഇൻ കേസ് ഭാവിയിൽ നിങ്ങൾക്ക് ആവശ്യം വരാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നോക്കാം, യൂസ് ആപ്പിൻ്റെ അവിടെ നിങ്ങൾ ഏത് കോയിനാണോ മാറ്റാൻ പോകുന്നത് അവിടെ വയ്ക്കാം. അടിയിൽ റിസീവിൻ്റെ അവിടെ ഏത് കോയിനിലേക്കാണോ മാറ്റേണ്ടത്. അപ്പോൾ എനിക്ക് ടോൺ USDTക്ക് മാറുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മുകളിൽ ടോൺ വയ്ക്കുക, താഴെ USDT വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ മാക്സ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അപ്പോൾ അടിയിൽ പറയുക ഇത്രയാണ് വരുന്നത് എന്നാണ്, ഇത്ര ഞാൻ സ്വാപ്പ് ചെയ്യണം,
എത്രയ്ക്ക് വരും $17 അപ്പോൾ എനിക്ക് ഇപ്പുറത്ത് കിട്ടാമെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫീ ഒക്കെ വരും കേട്ടോ അവരുടെ, അത് കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടാണ് ഇത്ര കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് സ്വാപ്പ് ചെയ്യാൻ റിവ്യൂ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് സ്വാപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇത്രയും 2.477 അത്രയും ടോൺ മാറിയിട്ട് ഡോളറാവും. ഇതുപോലെ ഡോളറിലാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ എടുക്കണമെങ്കിൽ ഡോളറിൽ നിന്ന് എന്താക്കാൻ പറ്റും, ടോൺ ആക്കാനും പറ്റും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ അഡ്രസ്സ് ഇതിക്ക് എമൗണ്ട് ഇടുമ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റ് മാത്രമല്ല ചെയ്യണത്. നമ്മുടെ പേജിൽ പലരും ഹാംസ്റ്റർ കോമ്പാറ്റ് മാത്രം ചെയ്യുന്നത്, സ്വാപ്പ് ടാപ്പ് ചെയ്യുന്നവരുണ്ട്, പിന്നെ അതുപോലെ ടാപ്പ് സ്വാപ്പ് ചെയ്യുന്നവരുണ്ട്, പിന്നെ പിക്സൽ ടാപ്പ് ചെയ്യുന്നവരുണ്ട്, പിന്നെ അക്വ പ്രോട്ടോകോൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പലരുണ്ട്. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെ എയർ ഡ്രോപ്പിന് എന്തുകൊണ്ട് വരും, നമുക്ക് ചെറിയൊരു എമൗണ്ട് ടോൺ വേണ്ട വരും. അപ്പോൾ നിങ്ങൾ ഇടാണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപയ്ക്കെങ്കിലും ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ ഒരു ബെയർ മിനിമം ഒരു 500 ചെയ്യാം. ഓക്കെ, അതിലും കുറവും ചെയ്യാൻ പാടാണ്. കാരണം എക്സ്ചേഞ്ചിക്ക് ഇടുമ്പോഴും അവിടെ വിൽക്കാൻ വെക്കുന്ന ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും, 500 തൊട്ട് 10,000 വരെ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു എമൗണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ, ഏത് ബൈബിറ്റ് ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ചിക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇത് മുന്നേ ചെയ്ത് വെച്ചോളൂ, കാരണം ഇത് മുന്നേ ചെയ്ത് വെച്ചില്ലെങ്കിൽ ലാസ്റ്റ് സമയത്ത് ഒരു 100-150 മില്യൺ ആൾക്കാർ ഒറ്റയടിക്കൊണ്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ നെറ്റ്വർക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച പോലെ ഈ സംഭവം ചെയ്യാനും ഇങ്ങോട്ട് തന്നെ കിട്ടിയൊന്നും വരില്ല, ആ ടൈമിൽ തന്നെ ടൈം എടുക്കും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര പാനിക്കാവും, സംഭവം ആകെ കഴിഞ്ഞ് പോകും. ഓക്കെ, അപ്പോൾ ടെൻഷൻ അടിച്ച് ചെയ്യേണ്ട സംഭവമല്ല, മുൻകൂട്ടി ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ഫണ്ട് പോകാണ്ട് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ ഇതുപോലത്തെ വീഡിയോസൊക്കെ സംഭവം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ DM ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവത്തിന് കുറച്ച് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പറഞ്ഞു തരും. വീഡിയോസ് ചെയ്യേണ്ട മാറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ പരമാവധി വീഡിയോസ് ചെയ്യും. ഓക്കെ.